എല്ലാവർക്കും PSC വിത്ത് വിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6 മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് PSC വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പഞ്ചായത്തി രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ഓപ്ഷനുകൾ: BP മണ്ഡൽ, കാക്ക കലേക്കർ. ഓപ്ഷൻ ബി ഫസൽ അലി, സർദാർ KM പണിക്കർ. ഓപ്ഷൻ സി RS സർക്കാരിയ, B ശിവരാമൻ. ഓപ്ഷൻ ഡി അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. ഇത് താരതമ്യേന കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കിനി ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോവാം. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് അല്ലേ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ആയിരുന്നു. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ദ്വിതലമാക്കി മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്തിൽ നിന്ന് ദ്വിതലമാക്കി മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലിയായിരുന്നു. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫസൽ അലിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ. 3 അംഗ കമ്മീഷനിലെ അംഗമായിരുന്നു മലയാളിയായ സർദാർ KM പണിക്കർ. 1953 നിലവിൽ വന്ന 1-ാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയപ്പെടുന്നത് കാക്ക കലേക്കർ കമ്മീഷൻ എന്നാണ്. 53 1-ാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയപ്പെടുന്നത് കാക്ക കലേക്കർ കമ്മീഷൻ എന്നാണ്. 2-ാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനാണ് BP മണ്ഡൽ. BP മണ്ഡലായിരുന്നു 2-ാം പിന്നോക്ക കമ്മീഷൻ്റെ ചെയർമാൻ. വിവിധ വകുപ്പുകളിലെ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി നിലവിൽ വന്ന കമ്മീഷനാണ് RS സർക്കാരിയ കമ്മീഷൻ. RS സർക്കാരിയ ചെയർമാനും ക്യാബിനറ്റ് സെക്രട്ടറിയുമായിരുന്ന B ശിവരാമൻ അംഗവുമായിരുന്നു സർക്കാരിയ കമ്മീഷനിൽ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് സർക്കാരിയ കമ്മീഷൻ പരിശോധിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ: 1. ദേശീയ പരമാധികാരമെന്ന അവകാശവാദവുമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. നമുക്ക് ഇതിൻ്റെ ഓപ്ഷനുകൾ നോക്കാം. 2 പ്രസ്താവനകളും ശരിയാണ്. 1-ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. 2-ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. 2 പ്രസ്താവനകളും തെറ്റാണ്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിശദീകരണം നോക്കാം. സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായി നടന്നിരുന്ന സമരങ്ങളെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. വിപ്ലവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായി നടന്നിരുന്ന സമരങ്ങളാണ് വിപ്ലവങ്ങൾ. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം എല്ലാവർക്കും അറിയാം അല്ലേ, 1789. നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്, ഇനിയും പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് അല്ലേ. എസ്റ്റേറ്റുകൾ എന്നാണ് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെട്ടിരുന്നത്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടക്കും എന്ന തരത്തിൽ അസമത്വങ്ങൾ നിലനിന്ന രാജ്യമാണ് ഫ്രാൻസ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നതായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 ആശയങ്ങളും. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20-നാണ്. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ബാസ്റ്റിൻ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14-നാണ്. ജൂലൈ 14, 1789 ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായ ഏതെന്ന് കണ്ടുപിടിക്കുക. പ്രസ്താവന നോക്കാം.
ഇന്ത്യയിൽ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. രണ്ടാമത്തെ പ്രസ്താവന, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ പ്രസ്താവന, അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 ആണ് ശരി ഉത്തരം. അതായത് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഇനി നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. പാർലമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം 79 ആണ്. ആർട്ടിക്കിൾ 79 പാർലമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം. പാർലമെൻറ്റിന് നിയമനിർമ്മാണാധികാരം നൽകിയിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 245, 246 എന്നിവയിലാണ്. പാർലമെൻറ്റിന് നിയമനിർമ്മാണാധികാരം നൽകിയിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളാണ് 245, 246 എന്നിവ. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നതാണ്. നിലവിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗസംഖ്യ 788 ലോകസഭയിൽ 543 അംഗങ്ങളും രാജ്യസഭയിൽ 245 അംഗങ്ങളും. അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ 788 നിലവിലെ അംഗസംഖ്യ. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉപരിസഭയെ രാജ്യസഭ എന്നും അധോസഭയെ ലോകസഭ എന്നും അറിയപ്പെടുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭയെന്നും അധോസഭയെ ലോകസഭയെന്നും വിളിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതെന്ന് നോക്കാം. ഓപ്ഷനുകൾ നോക്കാം. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങൾ ശരിയാണ്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കമ്മീഷൻ അധ്യക്ഷയെ നിർദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഇത് 3ഉം ശരിയാണ്. ഇതിൻ്റെ വിശദീകരണങ്ങൾ നോക്കാം. വനിതകളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള സ്ഥാപനമാണ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? രേഖാ ശർമ്മയാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 1990 ഓഗസ്റ്റ് 30 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം വനിതാ കമ്മീഷൻ നിയമത്തിന് ലഭിച്ചത് 1990 ഓഗസ്റ്റ് 30 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31 ഓർക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷനുകൾ നോക്കാം. പ്രധാനമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ സ്പീക്കർ, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇതിൻ്റെ ശരിയുത്തരം ലോകസഭാ സ്പീക്കറാണ്. ബാക്കി 3 പേരും ഉൾപ്പെടുന്നവരാണ്. പ്രധാനമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇതിൽ ഉൾപ്പെടാത്തത് ലോകസഭാ സ്പീക്കറാണ്. ഇനി അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരുൾപ്പെടുന്ന സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരുൾപ്പെടുന്ന സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ്. ഹീരാലാൽ
സമരിയയാണ് നിലവിലെ മുഖ്യ ബഹിരാകാശ കമ്മീഷണർ. ഹീരാലാൽ സമരിയ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2022 ശൈത്യകാല ഒളിമ്പിക്സിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫലത്തിൽ 100% കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സാണ് ബെയ്ജിംഗ് ഗെയിംസ്. ദക്ഷിണ കൊറിയയെ 2022 ബെയ്ജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. ആരിഫ് ഖാൻ ആൽപൈൻ സ്കീയിങ്ങിൽ 2022 ശൈത്യകാല ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഇതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. അതിൻ്റെ ശരി ഉത്തരം 1ഉം 3ഉമാണ്. 24ാമത് ശൈത്യകാല ഒളിമ്പിക്സിനാണ് 2022 ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് വേദിയായത്. 1924 ആദ്യ വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത് ഫ്രാൻസിലെ ചമോനിക്സ് ആയിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.